അസ്സലാമു അലൈക്കും. മാഹിറിനെ വീട്ടിൽ കൊണ്ടുവിട്ട് ഷഹീർ തിരിച്ചു പോയിരുന്നു. ഉള്ളിലിച്ചിരുന്ന ചിന്തകളൊക്കെ കലങ്ങിത്തെളിഞ്ഞ് മനസ്സ് ശാന്തമായതുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ മാഹിറിൻ്റെ മുഖത്ത് ഒരു പ്രത്യേക പ്രകാശമുണ്ടായിരുന്നു. അകത്തേക്ക് കയറിയ അവൻ്റെ കണ്ണുകൾ ആദ്യം തൻ്റെ പ്രിയപ്പെട്ടവളെയാണ് തേടിയത്. ആ ഹാളിൽ എന്തോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന പെങ്ങന്മാരോടൊക്കെ വെറുതെ ചിരിത്തന്നെ വരുത്തിയവൻ സുറുമയെ തിരിഞ്ഞ് അടുക്കള ഭാഗത്തേക്ക് നടന്നു. മാഹിക്ക ആകെ മാറിപ്പോയിട്ടോ സീനു. ആ സുറുമി നമ്മളെക്കുറിച്ച് ഓരോ കുറ്റവും കുറവും പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നാ. എങ്ങനെയെങ്കിലും ഇക്കാനെ സോപ്പിട്ട് നിർത്തിയാലേ നിൻ്റെ വീട് പണിയും എൻ്റെ ഇക്കാൻ്റെ ബിസിനസ്സും മുന്നോട്ട് പോവൂ. ശരിയാ, 4 വർഷം ഗൾഫിൽ നിന്ന് വന്നതല്ലേ, കയ്യിൽ പൂത്ത കാശുണ്ടാവും. എങ്ങനെയെങ്കിലും ഉമ്മാനോട് പറഞ്ഞ് നമുക്ക് കുറച്ച് വാങ്ങിച്ചെടുക്കണം. അവനങ്ങ് പോയതും സീനവും സീജവും സ്വകാര്യം പറഞ്ഞു. സുറുമി അടുക്കളയിൽ പഴംപൊരി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഹസീനയും ഉണ്ട് കൂടെ. ഹസീനയോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് പഴം മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുന്നവളെ കണ്ണെടുക്കാതെ നോക്കിയവൻ നിന്നു. ചുമരിൽ ചാരി കൈ പിണച്ച് കെട്ടി നിൽക്കുന്നവനെ ഹസീനയാണ് ആദ്യം കണ്ടത്. ഷ്, മിണ്ടല്ലേ, മാഹിർ ചുണ്ടിനു മീതെ വിരൽ വെച്ച് ഹസീനയോട് പറഞ്ഞു. ഓളെങ്ങനെ വാ തോരാതെ പറയുന്നത് കേട്ടു നിൽക്കാനും രസമാണ്. ഹസീന ഒരു പ്രത്യേക രീതിയിൽ തല അനക്കി അവർക്ക് അടുക്കള ഒഴിഞ്ഞു കൊടുക്കും പോലെ അവിടെ നിന്ന് പോയി. മാഹിർ പതിയെ അവളുടെ അടുത്തേക്ക് ചുവട് വെച്ചു. അവൻ തൊട്ടടുത്ത് വന്ന് നിന്നതൊന്നും അവൾ അറിഞ്ഞിട്ടേയില്ല. ചുറ്റിലും ഒന്ന് നോക്കി അവിടെയൊന്നും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചവൻ അവളെ തന്നിലേക്ക് ചേർത്തണച്ചു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ സുറുമയൊന്ന് കുതറിപ്പിടിച്ച് തിരിഞ്ഞു നോക്കി. പകപ്പോടെ തുറിച്ച ആ കണ്ണുകൾ മാഹിറിനെ കണ്ടതുമൊന്ന് കൂർത്തു. പിന്നെ പതിയെ ആ കണ്ണുകളിൽ ഒരു കള്ളനാണം തെളിഞ്ഞു. അസീനത്തെ എവിടെ പോയി? സുറുമയുടെ കണ്ണുകൾ അതിലെയെന്ന് ചുറ്റിക്കറങ്ങി അത് മാഹിൽ തന്നെ എത്തി നിന്നു. അവൻ അവളെ മുറുക്കെ പുണർന്നു. ഇനി ഒരിക്കലും നിന്നെ സങ്കടപ്പെടുത്തില്ല പെണ്ണെ എന്ന് പറയാതെ പറഞ്ഞവൻ. മരണം വരെ നിന്നെ ഞാനെങ്ങനെ ചേർത്ത് പിടിക്കുമെന്നു. അവൻ ആദ്യമായി തൻ്റെ മേനിൽ തൊടും പോലൊരു പിടപ്പും കൗതുകവും അവളിൽ വന്നിട്ട് ഇത്രയും നാളും അവനെ ഇങ്ങനൊരു അടുപ്പം കാണിച്ചിട്ടില്ലല്ലോ. എന്താ മാഹിക്ക, എങ്ങൾക്കൊന്ന് ഒച്ചയുണ്ടാക്കി വന്നൂടെ? ഞാനാകെ പേടിച്ചു പോയി. അത് പറയുമ്പോൾ അവളുടെ മുഖം നാണുകൊണ്ട് പൂത്തി വിടർന്നു. ചുവന്നു തുടങ്ങിയ ആ മുഖം മാഹിർ ആദ്യമായി കാണും പോലെ നോക്കി. ഇത്രയും നാൾ സങ്കടപ്പെടുത്തിയതിന് പകരമായി ഇനി അവളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണം. ഇതെന്താ മാഹിക്ക എന്നെ ഇങ്ങനെ നോക്കുന്നത്? ആദ്യമായിട്ട് കാണാണോ? സുറുമി ഒരു പ്രത്യേക ചിരിയോടെ മുഖം തിരിച്ചു. ഞാൻ നിന്നെയൊന്ന് നേരെ കണ്ടോട്ടെ എൻ്റെ സുറുമി. ഓ, വന്നിട്ട് ഒത്തിരി ദിവസമായല്ലോ. എന്നിട്ട് ഇന്നാണോ എന്നെ കാണാൻ തോന്നിയത്? വിട്ടേ മാഹിക്ക, ദേ തിളച്ച എണ്ണ കൊണ്ടുള്ള പണിയാട്ടോ, പൊള്ളും. അവനോടിങ്ങനെ പറയുമ്പോഴും അവനോട് ഇങ്ങനെ തന്നെ ചേർന്ന് നിൽക്കാൻ മനസ്സിൻ്റെ പാതി ആഗ്രഹിച്ചു പോവുകയാണ്. അവൻ അക്കരെ നിന്ന് വിളിക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞ് അവളിൽ കൊതി കൂട്ടുമ്പോൾ അവളും ഇങ്ങനെയുള്ള ഓരോ നിമിഷങ്ങൾ കിനാ കാണാറുണ്ടല്ലോ. സാരമില്ല, ഞാൻ നിന്നെ മുറുകെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിന്നോളാം. അവൻ്റെ നേർത്ത സ്വരം അവനെങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ സുറുമിക്ക് ആകെ ഒരു കോരിത്തെരിപ്പ് തോന്നി. ദേ വേണ്ട, ദേഹത്ത് അപ്പടി വേർപ്പാണ്. അത് സാരില്ല, ഈ വേർപ്പ് എനിക്ക് ഇഷ്ടാടി. അത് പറഞ്ഞുകൊണ്ട് മാഹിർ അവളുടെ പിൻകഴുത്തിൽ പതിയെ മുഖം പൂഴ്ത്തി. തട്ടം ഉയർത്തി കെട്ടിവെച്ചവളുടെ പിൻകഴുത്തിൽ ആ തീച്ചൂടത്ത് നിൽക്കുന്നത് കൊണ്ടാവും വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു നിന്നു. സുറുമി കണ്ണുകൾ ഇറക്കെ ചിമ്മി ഒരു നിമിഷം അങ്ങനെ നിന്നു. ദേ വേണ്ട, ആരെങ്കിലും കണ്ടുകൊണ്ട് വരും കേട്ടോ. പെട്ടെന്ന് ബോധം വന്നതുപോലെ സ്റ്റവ് ഓഫ് ചെയ്ത് അവനിലേക്ക് തിരിഞ്ഞു. അങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ അവളുടെ നെഞ്ചോളമേയുള്ളൂ സുറുമി. വന്നോട്ടെ പെണ്ണെ, അതിനെന്താ, നീ എൻ്റെ പെണ്ണാണെന്ന് അറിയാത്തവരൊന്നും അല്ലല്ലോ ഈ വീട്ടിലെ. അതും പറഞ്ഞുകൊണ്ട് അവളുടെ മൂക്കിലേക്ക് മൂക്ക് മുട്ടിച്ചിടുമ്പി. മാഹിക്കാക്ക് ഞാൻ ചായ തരട്ടെ? സുറുമി ആരെങ്കിലും കണ്ടുവരുമോ എന്നൊരു വെപ്രാളമാണ്. എനിക്ക് ചായ വേണ്ട. അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ആളെ മയക്കുന്നൊരു ചിരിയാണ്, കണ്ണിൽ നിറഞ്ഞ കുറുമ്പും. അത് കാണുമ്പോൾ അവൾക്കും വല്ലാത്ത കൊതി വരുന്നുണ്ട്, വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. ഈ നിമിഷം അവസാനിക്കാതിരുന്നെങ്കിൽ. ചായ വേണ്ടാതെ പിന്നെന്താ വേണ്ടേ? ഞാൻ ചായ എടുക്കട്ടെ? എനിക്ക് വേണ്ടത് എന്താണെന്ന് പറയട്ടെ, നീ തരുമോ സുറുമി? അവനൊരു കള്ളച്ചിരിയോടെ അവളിലേക്ക് അമർന്ന് കാതിൽ വന്നത് രഹസ്യം മൊഴിഞ്ഞു. അവൻ പറഞ്ഞ കാര്യം കേട്ട് സുറുമിയാകെ പരവേശപ്പെട്ടു പോയി. ഇപ്പോഴാണ് മാഹിർ പഴയ മാഹിറായത്. ആ പോയ കുസൃതിയും കള്ളത്തരവുമൊക്കെ അവനിലേക്ക് തിരിച്ചു വന്നത്. കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ തനിച്ച് കിട്ടുമ്പോഴൊക്കെ അവനെങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അയ്യേ ഈ ഇക്ക. അവനാ പറഞ്ഞ കാര്യം ഇഷ്ടപ്പെട്ടുവെങ്കിലും സുറുമിക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ നാണം തോന്നി.
അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും പതിയെ തള്ളി മാറ്റിയതും അവനാ പോയതിലും വേഗത്തിൽ അവളിലേക്ക് വന്നിട്ട്, എന്നാലേ അത്രയ്ക്കൊന്നും വേണ്ട, ഇപ്പോൾ തൽക്കാലം ഞാനൊരു ഉമ്മ കൊണ്ട് തൃപ്തിപ്പെട്ടോളാം. കൊതിയോടെ പറഞ്ഞവൻ അവളുടെ സമ്മതം പോലും ചോദിക്കാതെ അവളുടെ അതിരങ്ങളിൽ ഉമ്മ വെച്ച് പിന്മാറിയിരുന്നു. ഇത്തവണ സുറുമിയോട് അടുത്തപ്പോൾ സുൽത്താനയുടെ ഓർമ്മകൾ മാഹിറിനെ അലട്ടിയില്ല. അവൻ്റെ കണ്ണിലും മനസ്സിലും ഇപ്പോൾ സുറുമിയോടല്ലാതെ അവളോട് പ്രണയമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അടുക്കളയിലേക്ക് വന്ന ലബീബ കാണുന്നത് ആ കാഴ്ചയാണ്. അയ്യേ, ഇവറ്റോൾക്ക് നാണം മാനൊന്നുമില്ലേ? അവൾ ആ വന്നതുപോലെ തന്നെ തിരിച്ചു നടന്നു. അവളുടെ ഉള്ളിൽ കുശുമ്പ് കുത്തിത്തിളച്ചു. അവളൊന്നുകൂടെ അടുക്കളയിലേക്ക് തലയിട്ട് നോക്കി. മാഹിർ എന്തോ പറയുന്നതും സുറുമി നാണത്തോടെ ചിരിക്കുന്നതും കണ്ടു. അവൾക്ക് സഹിക്കുന്നില്ല. ലബീബ ഒന്ന് ചുമച്ചുകൊണ്ട് അങ്ങോട്ട് കയറി ചെന്നു. ലബീബയെ കണ്ടതും ഇനി കുറച്ച് ചായ എടുത്ത് സുറുമി എന്ന് പറഞ്ഞവൻ സ്ലാബിലേക്ക് കയറിയിരുന്നതും അവൻ്റെ ഉമ്മേരി പടർന്ന ചെറുതായി നീറുന്ന കീച്ചുണ്ടിൽ പതിവെ ഒന്ന് നാവ് കൊണ്ടൊഴിഞ്ഞവൾ അവന് കുടിക്കാനുള്ള ചായ ഗ്ലാസ്സിലേക്ക് പകർന്നു. ലബീബ അവരെയൊന്ന് ഓട്ടക്കണ്ണിട്ട് നോക്കി. അവളുടെ മുഖത്ത് വെറുപ്പ് നിറഞ്ഞു. സുറുമി ചായയും പഴംപൊരിയും മാഹിറിൻ്റെ മുൻപിലേക്ക് വെച്ചു കൊടുത്തു. എങ്ങനെയുണ്ട് ഇക്ക, കൊള്ളാവോ? അവൻ കഴിക്കുന്നത് നോക്കി അരികിൽ നിന്നുകൊണ്ട് ചോദിച്ചു. കൊള്ളാം, നേരത്തെ തന്നത് ഇതിനേക്കാൾ കൊള്ളാം. അവൻ അവൾക്ക് കേൾക്കാൻ മാത്രം പാകത്തിൽ ശബ്ദം താഴ്ത്തി പറഞ്ഞതും സുറുമി അവൻ്റെ കൈത്തണ്ടയിൽ ഒരു നുള്ളു കൊടുത്ത് ലബീബ് അവിടെ ഉണ്ടെന്ന് കണ്ണുകൊണ്ട് കാണിച്ചു. അവരെ ശ്രദ്ധിക്കാത്തതുപോലെ അവിടെ ഓരോന്ന് ചെയ്തു നിൽക്കുമ്പോഴും അവരുടെ കളിയും ചിരിയുമൊക്കെ കണ്ട് ലബീബാക്ക് അസൂയ തോന്നി. ആരോടുള്ള ദേഷ്യം തീർക്കും പോലെ അമർത്തി ചവിട്ടി അവിടെ നിന്ന് പോകുമ്പോൾ സുറുമിയൊന്ന് കൂർപ്പിച്ച് നോക്കാനും മറന്നില്ലവൻ. ലബീബ അങ്ങ് പോയതും മാഹിർ കടിച്ചെടുത്ത പഴംപൊരി സുറുമിയുടെ ചുണ്ടിന് നേർക്ക് നീട്ടി. അവളൊരു കഷ്ണം കൂടി കടിച്ചെടുത്തു. ഇത്താത്ത വല്ലതും കണ്ടോ ആവോ? സുറുമി ലബീബ പോയ വഴിയെ നോക്കി മുഖം ചുളുക്കി. എന്തു കണ്ടോന്ന്? ഞാൻ നിന്നോട് മിണ്ടിയതോ അതോ നിന്നെ ഒന്ന് ഉമ്മ വെച്ചതോ? മാഹിർ ഗൗരവത്തോടെയാണ് ചോദിച്ചത്. എന്ത് കണ്ടാലും ഒരു കുഴപ്പമില്ല, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ. അത് 4 വർഷത്തിന് ശേഷം കാണുമ്പോൾ നമുക്കിടയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും എൻ്റെ സുറുമി. എന്നാലും ലബീബയുടെ ആ നോട്ടത്തിൽ തെളിഞ്ഞു കണ്ട പരിഹാസം ഓർത്തുകൊണ്ടാണ് സുറുമി പറഞ്ഞത്. ലബീബയുടെ സ്വഭാവം വെച്ച് അവൾ ഇനി എന്തൊക്കെയാണ് മറ്റുള്ളവരോട് പറയാൻ പോകുന്നതെന്ന് അറിയില്ല. അവർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടൊന്നും വേണ്ട എനിക്കെൻ്റെ ഭാര്യയെ പ്രണയിക്കാൻ. നീ ഇങ്ങനെ അവരെയൊക്കെ പേടിക്കുന്നത് കൊണ്ടാ അവരൊക്കെ നിൻ്റെ തലയിൽ കയറി ഡാൻസ് കളിക്കുന്നത്. മാഹിർ ചൊടിച്ചു. അത് വിട്. ഞാൻ നിന്നെ ആദ്യം പുറകിൽ നിന്ന് പുണർന്നപ്പോൾ നീ നെട്ടുന്നത് കണ്ടല്ലോ, എന്നെ തുറച്ചു നോക്കുന്നത് കണ്ടല്ലോ. ആരാണെന്ന് കരുതിയാ നീ പേടിച്ചത്? മാഹിർ പെട്ടെന്ന് എങ്ങനെ ചോദിച്ചതും സുറുമി ഒന്ന് പകച്ചു. അവനോ അവളെന്താണ് പറയുന്നതെന്ന് കേൾക്കാനായി ആ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു. സക്കീർ അവളെ ശല്യപ്പെടുത്തുന്ന കാര്യം അവൾ ഇന്നുവരെ തന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അത് പറയുമോ എന്നറിയാൻ വേണ്ടി ഒന്ന് എറിഞ്ഞു നോക്കിയതാ. അത് പിന്നെ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയതാണ്. സുറുമി ഉത്തരമില്ലാതെ പരുങ്ങി. അതിന് നിന്നെ ഇതുപോലെ ഇവിടെ ആരെങ്കിലും പേടിപ്പിക്കാറുണ്ടോ സുറുമി? അവളെ ഒന്ന് ചുഴിഞ്ഞു നോക്കിക്കൊണ്ടവൻ ചോദിച്ചതും സക്കീറിൻ്റെ കാര്യം ഇപ്പോൾ മാഹിക്കയോട് പറയണോ? എല്ലാം അറിയുമ്പോൾ മാഹിക്ക പൊട്ടിത്തെറിച്ച് അവിടെ ഒരു കലഹമുണ്ടാക്കുമോ എന്നൊക്കെ ഭയപ്പെട്ടവൾ. ഉപ്പ മരിച്ചിട്ട് കബറിന് മുകളിലെ പച്ചമണ്ണ് ഉണങ്ങും മുമ്പ് മക്കൾ തമ്മിൽ അടിയും വഴക്കുമാവാൻ താൻ കാരണമാകുമോ എന്നോർത്തപ്പോൾ സുറുമിക്ക് ഇപ്പോൾ മാഹിറിനോട് ഒന്നും പറയേണ്ടെന്ന് തോന്നി. സുറുമി, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? നീ എന്താ ആലോചിക്കുക? നേരത്തെ കുറുമ്പ് കാട്ടിയ ഭാവമേ അല്ലായിരുന്നു മാഹിറിന്. അത് പിന്നെ ഇക്ക, ഞാൻ അവനോട് എന്ത് പറയണമെന്നാതെ സുറുമി പരുങ്ങിയതും ഉപ്പാനെ വിളിച്ചുകൊണ്ട് ഹാലമോൾ ഓടി വന്നു. സുറുമി രക്ഷപ്പെട്ടതുപോലെ നെഞ്ചിൽ കൈവച്ച് ആശ്വസിച്ചു. ഉപ്പാൻ്റെ പൊന്നൂസ് വാ എന്ന് പറഞ്ഞ് മാഹിർ കുഞ്ഞിനെ പൊക്കിയെടുത്ത് സ്ലാബിന് മുകളിലേക്ക് ഇരുത്തി. പിന്നെ അവരുപ്പയും മോളും കൊഞ്ചിക്കലായി കളിയായി ചിരിയായി. സുറുമി അവളുടെ പണികൾ തുടർന്നു. ഇടയ്ക്ക് അവരെ ഒന്ന് കള്ളക്കണ്ണിട്ട് നോക്കുകയും ചെയ്തു. എന്തോ മാഹിറിൻ്റെ അടുത്തേക്ക് പോയാൽ അവനിനിയും അതുപോലെ ഓരോന്ന് ചോദിച്ച് തന്നെ വലക്കുമെന്നവൾ ഭയപ്പെട്ടു. എല്ലാം മാഹിക്കയോട് തുറന്നു പറയണം. പക്ഷേ ഇപ്പോൾ വേണ്ട. ഇപ്പോൾ ഈ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ മരിച്ചുപോയ ഉപ്പയുടെ ആത്മാവ് പോലും വേദനിക്കും. സുറുമി എന്തൊക്കെയോ സ്വയം ചിന്തിച്ചു കൂട്ടി. നിന്റെ ഉമ്മച്ചി മഹാ കള്ളിയായിട്ടുണ്ട് അല്ലേ പൊന്നൂസേ? മാഹിർ പറഞ്ഞതും സുറുമി അവനെ ഒന്ന് പതറി നോക്കി. കള്ളത്തരമൊക്കെ വൈകാതെ ഞാൻ ചോർത്തിയെടുക്കുന്നുണ്ട്. മാഹിർ അർത്ഥം വെച്ച് അവളെ ഒന്ന് നോക്കി. ഉമ്മ, 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകും. അതിനു മുമ്പേ നിങ്ങൾ മാഹിക്കാനോട് പറഞ്ഞ് എനിക്ക് കുറച്ച് രൂപ കൂടി വാങ്ങിച്ചു തരണം. അറിയാലോ, എൻ്റെ കെട്ടിയവനിപ്പോൾ പഴയ പോലെ കച്ചവടമൊന്നുമില്ല, ആകെ കഷ്ടത്തിലാണ്. വേറെന്തോ ബിസിനസ് തുടങ്ങണമെന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീജ ആനമ്മയുടെ കാലിൽ ഒഴിയുന്നതിനിടയിൽ തഞ്ചത്തിൽ പറഞ്ഞു. നീ തന്നെ അങ്ങ് ചോദിച്ചാൽ മതി. ഞാനോ?
ഞാനെങ്ങനെയാ ഉമ്മ? ഉമ്മ ചോദിച്ചാൽ ഇക്ക എന്തായാലും ഇല്ലയെന്ന് പറയില്ല. 4 വർഷം കൊണ്ട് കുറേ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടാവില്ലേ? അതിന് കുറച്ചല്ലേ ചോദിക്കുന്നുള്ളൂ. വേറെ ആർക്കുമല്ലല്ലോ ഉമ്മ, സ്വന്തം പെങ്ങന്മാർക്കല്ലേ. അതുകൊണ്ട് ഇക്കക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അവർ സംസാരിക്കുന്നതിനിടയിലേക്കാണ് മാഹിർ ആലമോളയും എടുത്ത് കയറി വന്നത്. അവനെ കണ്ടതും അവരുടെ സംസാരം നിലച്ചു. എത്ര പെട്ടെന്നാണ് ഉമ്മയുടെയും മോളുടെയും മുഖത്ത് കപട സ്നേഹം നിറഞ്ഞത്. മാഹിർ ഉമ്മാൻ്റെ അടുത്ത് വന്നിരുന്നു. ഹാലമ്മയുടെ മടിയിലേക്ക് എടുത്തു വെച്ചു. ആ പ്രവൃത്തി ഹാനുമാക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലേലും അവർക്ക് ആ കുഞ്ഞിനെ കണ്ടുകൂടാ. സുറുമിയോടുള്ള ദേഷ്യമത്രയും തരം കിട്ടുമ്പോൾ ആ കുഞ്ഞിനോടും അവർ കാണിക്കാറുണ്ട്. ഇത്രയും വലിയ പെണ്ണിനെ എന്തിനാ മാഹി നീ മടിയിലൊക്കെ എടുത്തു വച്ചിരിക്കുന്നത്? അവൾ കിള്ളക്കൊഞ്ഞൊന്നല്ലല്ലോ. ആനമ്മ മാഹിറിൻ്റെ താടിയിൽ പിടിച്ച് കുസൃതി കാട്ടുന്ന ആലമോളെ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞതും മാഹിറിൻ്റെ മുഖമൊന്ന് വാടി. അവൾ എത്ര വളർന്നാലും എൻ്റെ രാജകുമാരിയല്ലേ ഉമ്മ? അതും പറഞ്ഞുകൊണ്ട് അവൻ കുഞ്ഞിൻ്റെ നെറ്റിയിൽ മുത്തം കൊടുത്തു. ഓ, ഒരു രാജകുമാരി! സീജ അവർ കേൾക്കാതെ മുറുമുറുത്തു. മാഹി, ഞങ്ങളിപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞ് നാക്ക് വായിലേക്ക് വെച്ചതേയുള്ളൂ. എന്ത് കാര്യം? എൻ്റെ എന്ത് കാര്യം? മാഹിർ ഉമ്മയെ നോക്കി. സീജ പറയായിരുന്നേ, ഷൗക്കത്തിൻ്റെ കച്ചവടമൊക്കെ പൂട്ടി കുത്തുപാട് എടുത്തിരിക്കുകയാണെന്ന്. പുതിയ എന്തോ കച്ചവടം തുടങ്ങാനുള്ള പരിപാടിയാണത്രേ. അതിന് ഒരുപാട് പൈസ ആവും. അവൻ്റെ എവിടുന്ന പൈസ? ആ കുടുംബത്തിൻ്റെ മുഴുവൻ പ്രാരാബ്ദം ഓൻ്റെ മണ്ടയിലല്ലേ? ആനമ്മ വാക്കുകളിൽ വ്യസനം വരുത്തി. മാഹിക്കാനോട് പറഞ്ഞാൽ എന്തായാലും എന്നെ സഹായിക്കാതിരിക്കില്ലെന്ന് പറയുകയായിരുന്നു സീജ. ആനമ്മയുടെ വാക്കുകളിൽ നിന്ന് തേൻ കിനിഞ്ഞു. മാഹിർ സീജയെ നോക്കി. സീനുത്താക്ക് പൊരിപ്പണിക്ക് മായ്ക്ക് പണം അയച്ചു കൊടുത്തില്ലേ? അതുപോലെ എന്നെയും മിക്കൊന്ന് സഹായിക്കണം. എനിക്ക് സഹായം ചോദിക്കാൻ വേറെ ആരാണുള്ളത്? സീജ കണ്ണു തുടച്ച് മൂക്ക് പിഴിഞ്ഞു മാഹിറിൻ്റെ അടുത്തേക്കിരുന്നു. നീ കരയണ്ടാടി, ഓ അന്നെ സഹായിക്കും. ആനുമ്മ മകളെ ആശ്വസിപ്പിച്ചു. ആര് സഹായിക്കുമെന്നാണ് ഉമ്മ പറഞ്ഞത്? എന്നെയാണ് ഉദ്ദേശിച്ചതെങ്കിലേ അത് നടക്കൂല ഉമ്മ. എൻ്റെ കയ്യിൽ 5 പൈസയില്ല. മാഹിർ തുറന്നു പറഞ്ഞതും ശത്രുവിനെ നോക്കും പോലെ സീജയും ആനുമ്മയും തുറച്ചു നോക്കി. 5 പൈസ ഇല്ലെന്നോ? അപ്പോൾ ഇത്രയും നാളും ഈ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ എന്ത് ചെയ്തെന്ന മാഹിറെ പറയണത്? ആനുമ്മ ചൊടിച്ചു. സമ്പാദിച്ചു കൂട്ടിയതോ? അതും ചോദിച്ചുകൊണ്ട് മാഹിർ എന്ന് ചിരിച്ചു. ഇക്കാക്ക നമ്മളെ പറ്റിക്കുന്നതാണ് ഉമ്മ. ഒക്കെ ഓളെ പേരിൽ ബാങ്കിലിട്ടിട്ടുണ്ടാവും. ഇന്നലെ ഓളെ ആങ്ങളെ വന്നിരുന്നില്ലേ? ബാക്കിയുള്ളത് ഓനും പിഴിഞ്ഞെടുത്ത് കാണും. സീന ഗർവോടെ പറഞ്ഞു. നാവടക്ക് സീജ, നിന്റെ എല്ലില്ലാത്ത നാക്ക് വെച്ച് ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയണ്ട. മാഹിറിൻ്റെ അലർച്ച കേട്ട് സീജ ഭീതിയോടെ എഴുന്നേറ്റു. ഹാലമോൾ ചുറ്റിൽ നോക്കി ഉപ്പാൻ്റെ നെഞ്ചിൽ പതുങ്ങി. ആ പാവത്തിന് വേണ്ടി ഞാനിതുവരെ 1 രൂപ പോലും അയച്ചു കൊടുത്തിട്ടില്ല. എന്നിട്ടാണ്? സുറുമിയെ പറയുമ്പോൾ അവൻ്റെ തൊണ്ടയിടറി. ജിന്നിനോട് അവൾ തുറന്നു പറഞ്ഞ അവളുടെ അവസ്ഥയോർത്ത് മാഹിറിൻ്റെ നെഞ്ചു പിടഞ്ഞു. മാഹിറേ, നീ വെറുതെ ഓളോട് തട്ടിക്കയറണ്ട. പിന്നെ നീ 4 വർഷം അധ്വാനിച്ചത് സൗജന്യമായിട്ടായിരുന്നാണെന്നോ ഈ പറയുന്നത്? ആനമ്മ പരിഹാസം കലർത്തി ചോദിച്ചു. വെറുതെ എന്നല്ല, ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളവും എനിക്ക് കിട്ടിയിരുന്നു. ഓരോ മാസത്തെ ശമ്പളവും നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോഴേക്കും വിളിക്കുമല്ലോ 100 ആവശ്യങ്ങൾ പറഞ്ഞ്. പെങ്ങളെ പരിപ്പണി, നാത്തൂൻ്റെ മുള്ള കല്യാണം, മെളാപ്പാൻ്റെ മുള്ള പ്രസവം, നൂലുകെട്ട്, അങ്ങനെ എന്തൊക്കെയെന്നുമ്മ. കിട്ടുന്ന ശമ്പളത്തിന് ഇരട്ടി കടം വാങ്ങിയിട്ടാ ഞങ്ങൾ ചോദിക്കുന്ന പൈസ മുഴുവനും അയച്ചു തന്നത്. അത് നിങ്ങൾക്കറിയോ? കടം വാങ്ങിച്ചിട്ടാണെങ്കിലും നിങ്ങളൊരാവശ്യം ഈ മാഹിർ നടത്തി തരാതെ നിന്നിട്ടില്ല. ഇല്ലല്ലോ? നിങ്ങൾ 4 വർഷത്തിൻ്റെ കണക്ക് പറയുന്നുണ്ടല്ലോ. അതിൽ 3 വർഷമേ ഈ മാഹിർ പണിയെടുത്തിട്ടുള്ളൂ. കൊറോണ വന്നതിൽ പിന്നെ ഉള്ള ജോലിയും നഷ്ടപ്പെട്ട് വിസയും തീർന്ന് ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാതെ കൂട്ടിലടച്ച് കിളിയെപ്പോലെ ഇരിക്കുമായിരുന്നു. 4 ചോദ്യത്തിനുള്ളിൽ ആരാൻ്റെ ഔദാര്യം പറ്റി കഴിയുമ്പോഴും നിങ്ങളെ ഞാൻ ഒന്നും അറിയിച്ചിട്ടില്ല. ഇല്ലല്ലോ? കാര്യം എന്താണെന്നറിയോ? കുടുംബം എന്ന് വെച്ചാലേ മാഹിറിൻ്റെ ജീവനാ. എൻ്റെ അവസ്ഥ അറിഞ്ഞ് നിങ്ങൾ വിഷമിക്കുന്നത് എനിക്ക് സഹിക്കാൻ വയ്യാത്തോണ്ടാ ഞാൻ ഒന്നും നിങ്ങളാരെയും അറിയിക്കാന്നത്. ആ അവസ്ഥയിൽ ഇരിക്കുമ്പോഴും എൻ്റെ ഗതികേട് അറിയിക്കാതെ അറിയാവുന്നവരിൽ നിന്നൊക്കെ കടം വാങ്ങി നിങ്ങൾ പറഞ്ഞ രൂപ ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെയൊന്നും കണക്ക് നിരുത്താൻ മാഹിറൊന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ലെന്ന് മാത്രം. ഓ, അപ്പോൾ ഈ ഉമ്മാക്കും കൂടപ്പിറപ്പുകൾക്ക് തന്നതിനൊക്കെ കണക്ക് പറയാണോ മാഹിറെ? ആനമ്മ അവനെ പറഞ്ഞതൊന്നും വിശ്വാസം വരാതെ ചോദിച്ചു. കണക്ക് ചോദിക്കാനും പറയാനുമായിരുന്നെങ്കിൽ മാഹിറിനത് എന്നേ ആവാമായിരുന്നു. എൻ്റെ മനസ്സിൽ ആ കണക്കുകളേക്കാൾ വിലയുണ്ട് ബന്ധങ്ങൾക്ക്. അതുകൊണ്ടല്ലേ എന്നെ മുതലെടുക്കുന്നത് അറിഞ്ഞിട്ടും പൊട്ടനെ പോലെ ഞാൻ അഭിനയിച്ചു നിന്നത്. 4 വർഷം കൊണ്ട് മാഹിർ കുറെ സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ വാ തോരാതെ പറയുന്നുണ്ടല്ലോ. ശരിയാ, കുറേ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. ഏറ്റിയാൽ പൊങ്ങാത്തത്ര കടം. കുടുംബത്തിന് വേണ്ടി ജീവിച്ച മാഹിറിൻ്റെ ഏക സമ്പാദ്യം അതാണ്.
അത് പറയുമ്പോൾ ഉള്ളിലെ വേദന കൊണ്ട് ജലദോഷം പിടിച്ചതുപോലെ അവൻ്റെ ശബ്ദം അടഞ്ഞു പോയിരുന്നു. ആനിമ്മയുടെ മുറിയിൽ നിന്ന് ഉച്ചത്തിലുള്ള സംസാരം കേട്ടതും സുറുമി ആദിയോടെ അങ്ങോട്ടേക്ക് പാഞ്ഞു തീരുന്നു. കുറച്ചു മുമ്പ് മാഹിറും കുഞ്ഞും ആ മുറിയിലേക്ക് കയറുന്നത് സുറുമി വന്നതാണല്ലോ. ഓ വന്നല്ലോ തമ്പുരാട്ടി, നീ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തതുപോലെ ഭർത്താവ് പറയുന്നില്ലേ എന്ന് അറിയാൻ വന്നതാവൂല്ലേ. ആ മുറിയുടെ വാതിൽക്കലിൽ സുറുമിയുടെ തലവട്ടം കണ്ടതും ആനുമ്മ അവൾക്ക് നേരെ തിരിഞ്ഞു. അന്ന് ആനുമ്മ ആട്ടിയിറക്കി വിട്ടത് മുതൽ സുറുമി അവരുടെ മുൻപിലേക്ക് വരാറേയില്ല. ഉമ്മ, സുറുമി എന്നോടൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞത് എൻ്റെ 4 വർഷത്തെ ജീവിതമാണ്. ഇനി അതിൻ്റെ പഴി കൂടി ആ പാവത്തിൻ്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കണ്ട. മാഹിർ എഴുന്നേറ്റു. ആലമോൾ ഉപ്പയുടെ കൈവിട്ട് സുറുമിയുടെ അടുത്തേക്ക് ഓടി വന്നു. ബഹളം കേട്ട് പേടിച്ചു ചെണ്ട് നിൽക്കുന്ന കുഞ്ഞിനെ സുറുമി ചേർത്ത് പിടിച്ചു. ഇക്ക ഓളുടെ ഭാഗം പറയൊന്നും വേണ്ട. ഞങ്ങൾക്കറിയാം ഓളുടെ സ്വഭാവം. പാവത്തെപ്പോലെ നിൽക്കുന്നേയുള്ളൂ. കെട്ട സ്വഭാവമാണ് സുറുമിക്ക്. ഞങ്ങളെ ഇക്കാനെ തമ്മിലടുപ്പിച്ച് എല്ലാം അവൾക്ക് ഒറ്റയ്ക്ക് അനുഭവിക്കണം. അതിനാണ് കല്ല് വെച്ചെന്നാണ് ഓരോന്നും ഇക്കാൻ്റെ കാതിൽ ഓതിത്തിരുന്നത്. സീനുവും ഇടപെട്ടു. സുറുമി മാഹിറിനെ നോക്കി നിന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. സീനു, സുറുമി എൻ്റെ ഭാര്യയാണ്. അവൾ പോലും പറയാത്ത അവളുടെ ഭാഗം അവളുടെ ഭർത്താവായി ഞാനല്ലാതെ ആര് പറയും? 4 വർഷം നിങ്ങളുടെയൊക്കെ സഹിച്ച് ഇവിടെ കഴിഞ്ഞിട്ടും ഒരു വേദനയും അവൾ എന്നോട് പങ്കുവെച്ചിട്ടില്ല. നിങ്ങളുടെയൊക്കെ നല്ലത് മാത്രമേ ഈ സുറുമി എന്നോട് പറയാറുള്ളൂ. അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ അവളോട് കാണിക്കുന്ന പല ക്രൂരതകളും ഞാൻ അറിയാതെ പോയതും. മാഹിർ സുറുമിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവളെ അവരുടെ മുൻപിലേക്ക് നിർത്തി. നോക്ക്, ഗൾഫുകാരൻ ഇലാൻ മാഹിറിൻ്റെ ഭാര്യ ധരിച്ച മാക്സിയുടെ കോലം നോക്ക്. തുള വീണ് തുന്നിക്കൂട്ടി നരച്ച പഴകിയ മാക്സി. എൻ്റെ ഉമ്മയുടെയും പെങ്ങന്മാരുടെയും വേഷമോ? ഞാൻ അയക്കുന്ന പണം കൊണ്ട് നിങ്ങളൊക്കെ നല്ല വില കൊടുത്ത വസ്ത്രം വാങ്ങുമ്പോൾ എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും റോഡ് സൈഡിൽ നിന്ന് പേരിന് വല്ലതും എടുത്തു കൊടുക്കുകയായിരുന്നെന്ന് മനസ്സിലാക്കിയത് ഇവിടെ വന്ന് അവളുടെ കോലം കണ്ടപ്പോഴാണ്. മാഹിർ പറഞ്ഞത് കേട്ട് ആനമ്മയുടെയും മക്കളുടെയും മുഖം വിളറി. അവനാ പറഞ്ഞത് തന്നെയായിരുന്നില്ല സത്യം. എന്നാലും അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിന് ഇക്കാക്ക ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇക്കാക്കാൻ്റെ ഭാര്യയ്ക്ക് തീരെ ഡ്രസ്സിങ് സെൻസ് ഇല്ല. നല്ലത് എടുക്കാൻ പറഞ്ഞാലും വില കുറഞ്ഞത് മാത്രമേ എടുക്കൂ. പറഞ്ഞ് ഞങ്ങൾ മടുത്തു. പട്ടിക്കാട്ടിൽ ജീവിച്ച് വളർന്നവളല്ലേ, ആ സ്വഭാവമേ കാണിക്കൂ. അലവലാതി കൂട്ടങ്ങൾ. ഇക്കാനോട് അന്നേ പറഞ്ഞതല്ലേ ഞങ്ങളെ ആ ഗതിയില്ലാത്ത വീട്ടിൽ നിന്നും കല്യാണം കഴിക്കണ്ടെന്ന്. പറഞ്ഞു തീരും മുൻപേ സീജയുടെ കവിളിൽ മാഹിറിൻ്റെ കൈ ആഞ്ഞു പതിച്ചിരുന്നു. സുറുമി മാഹിറിനെ പകപ്പോടെ നോക്കി. മാഹിക്ക, സുറുമി ഇടർച്ചയുടെ ശാസനയോടെ അവളെ വിളിച്ചു. മാഹിർ അവളെ നോക്കി. അവൻ്റെ അപ്പോഴത്തെ ഭാവം കണ്ട് സുറുമിക്ക് ഭയം തോന്നി. എല്ലാവരോടും പുഞ്ചിരിച്ച് സൗമ്യനായി സംസാരിക്കുന്ന മാഹിറിനെ സുറുമി കണ്ടിട്ടുള്ളൂ. മാഹിർ ഇന്നോളം പെങ്ങന്മാരെ ഒന്ന് ശ്വാസിക്കുന്നത് പോലും സുറുമി കണ്ടിട്ടില്ല. ആ മാഹിറാണ് ഇപ്പോൾ സീജയെ കൈനീട്ടി അടിച്ചിരിക്കുന്നത്. അതും ഞാൻ കാരണമാണോ? സുറുമി വേദനയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇനിയൊന്നും ചെയ്യരുതെന്ന് തല എനിക്ക് കാണിച്ചു. അവളുടെ നിറഞ്ഞ മിഴികൾ കണ്ടതും മാഹിറും ഒന്ന് മയപ്പെട്ടു. അവളുടെ കൈ പിടിച്ച് ഒന്നുമില്ലെന്ന് പറയാതെ പറഞ്ഞവൾ, മാഹിറേ, സീജ എൻ്റെ പെങ്ങളാണ്. അവൾ വിവരമില്ലാതെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അവളേക്കാൾ പ്രായവും പക്വതയുള്ള നീ അവളെ പറഞ്ഞു തിരുത്താതെ അവളെ അടിക്കുകയാണ് ചെയ്യേണ്ടത്? ആനമ്മ കലി തുള്ളി ചോദിച്ചു. ഇതൊന്നും വിവരമില്ലായ്മല്ല ഉമ്മ, അഹങ്കാരമാണ്, അഹങ്കാരം. പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്ന സുറുമിയേക്കാൾ എല്ലാം തികഞ്ഞവൾ ഞാനാണെന്നുള്ള ഭാവം. ഒരടി കൊണ്ടൊന്നും ഇവളെ സൂക്കേട് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാഹിറിൻ്റെ ചുണ്ടിൽ കോണിൽ പരിഹാസവും വേദനയും ഒരുപോലെ നിറഞ്ഞൊരു ചിരി വിരിഞ്ഞു. ഞാൻ കുറച്ച് പണം ചോദിച്ചതിനല്ലേ ഇക്കാക്ക ഇത്രയൊക്കെ പറഞ്ഞത്? എനിക്ക് നിങ്ങളെ പണം വേണ്ട. എല്ലാം നിങ്ങളും നിങ്ങളെ പെണ്ണും പിള്ളേയും കൂടെ അങ്ങ് മുണുങ്ങ്. എനിക്ക് എൻ്റെ ഷെയർ കിട്ടിയാൽ മതി. സീജ വീറോടെ പറഞ്ഞുകൊണ്ട് കവിളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണീർ തുടച്ചു. ആ പറഞ്ഞത് കേട്ട് ആനുമ്മയെന്ന് നെട്ടിയിരുന്നു. എന്നാൽ സീന് വീണ് കിട്ടിയ നിമിഷം വിനിയോഗിച്ചുകൊണ്ട് അനീറ്റയുടെ പക്ഷം ചേർന്നു. ഞാനും അത് പറയാനിരിക്കുമായിരുന്നു. ഈ വീട് നിൽക്കുന്നിടവും തെങ്ങിൻ തോപ്പും പിന്നെ ടൗണിലുള്ള കടമുറികളും എല്ലാം ഭാഗം വെക്കാം. എന്നാൽ പിന്നെ ഇക്ക ഞങ്ങളെ സഹായിച്ച് ബുദ്ധിമുട്ടേണ്ടി വരില്ലല്ലോ. ഞങ്ങൾക്കുള്ളതങ്ങ് തന്നേച്ചാൽ മതി. പിന്നെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരില്ലല്ലോ. തൻ്റെ കൂടെപ്പിറപ്പുകളുടെ മാഹിർ അതിശയോക്തിയോടെ നോക്കി. അവരുടെ യഥാർത്ഥ സ്വഭാവം അവൻ ആദ്യമായി നേരിൽ കാണുകയാണല്ലോ. അത് ശരി, അപ്പോൾ എൻ്റെ പെങ്ങന്മാർക്ക് ഷെയർ വേണമല്ലേ? മാഹിർ അവരെയൊക്കെ മാറി മാറി നോക്കി. പെങ്ങന്മാർക്ക് മാത്രമല്ല, ജ്യേഷ്ഠന്മാർക്കും കിട്ടേണ്ടത് കിട്ടണം. അത്രയും സമയം എല്ലാം മുടിഞ്ഞു നിന്ന് കേട്ടിരുന്ന ലബീബ ഇപ്പോഴാണ് രംഗത്തേക്ക് വന്നത്. ഇനിയും അങ്ങനെ മാറി നിന്നാൽ തങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിലോ?
പറയാൻ പറ്റില്ല. ആ സുറുമയും സീനവും മാഹിറിനെ സോപ്പിട്ട് എല്ലാം വാങ്ങിച്ചെടുക്കും. മാഹിറാണെങ്കിലോ പെങ്ങന്മാരോടുള്ള സ്നേഹം കൊണ്ട് എല്ലാം അവർക്ക് വീതിച്ചു കൊടുക്കാനും മതി. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഹാ ഹാ, ആരിത്? ലബീബത്തെയോ? എല്ലാം കേട്ടോണ്ട് നിൽപ്പായിരുന്നല്ലേ? വരൂ വരൂ. മാഹിർ അകത്തേക്ക് വിളിച്ചതും എല്ലാവരെയും നോക്കി ഒരു ഇളിഞ്ഞ ചിരിയോടെ ലബീബ അവരുടെ അടുത്തേക്ക് വന്നു. അവൻ തന്നെ കളിയാക്കുന്നതാണോ അതോ സ്നേഹത്തോടെ വിളിച്ചതാണോ എന്നറിയാൻ വയ്യാത്തൊരു അങ്കലാപ്പോടെ അവർക്കിടയിൽ ചെന്നു. ഇത്ത പറഞ്ഞില്ലെങ്കിലും സക്കീർക്കാക്ക് ഇവർക്കൊക്കെ കൊടുക്കുന്നതിനേക്കാൾ അധികം ഒരു ഓഹരി ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. എൻ്റെ മൂത്ത ജ്യേഷ്ഠനല്ലേ അങ്ങേര്. ആരും മറന്നാലും ഞാനില്ലാത്തപ്പോൾ എൻ്റെ കുറവ് അറിയിക്കാതെ എൻ്റെ ഭാര്യയെ നോക്കാൻ സന്മനസ് കാണിച്ച സക്കീർക്കയെ മാഹിർ അങ്ങനെ മറക്കുമോ? മാഹിറിൻ്റെ വാക്കുകൾ നൽകിയ സുഖത്തിൽ ലബീബ ഒരൽപ്പം ഗമയോടെ തലയുയർത്തി സുറുമയും സീജയുമൊക്കെ ഒന്ന് നോക്കി. കാര്യം എന്തൊക്കെ പറഞ്ഞാലും മാഹിറിനെ അവൻ്റെ കാർന്നോടൊരിച്ചിരി സ്നേഹവും ബഹുമാനമൊക്കെയുണ്ട്. നല്ല ചെറുക്കനാണ്. ലബീബ മനസ്സിലോർത്തു. സുറുമി മാഹിറിൻ്റെ ചെയ്തികളൊക്കെ കണ്ട് അന്തം വിട്ടുച്ചു നിൽപ്പാണ്. അവൻ്റെ വാക്കുകളിൽ എന്തോ പൊരുത്തക്കേട് മണക്കും പോലെ, അവനെന്തോ മുന വെച്ച് സംസാരിക്കും പോലെ. അതോ അത് തൻ്റെ തോന്നലാണോ? പിന്നെ എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം. ഈ കാണുന്ന വീടും സ്ഥലമല്ല മാഹിറിൻ്റെ വിയർപ്പാണ്. വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന ഈ കുടുംബത്തെ ഇതുപോലൊരു നിലയിലേക്ക് എത്തിക്കാൻ ഈ മാഹിർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാപ്പയും ഇക്കാക്കന്മാരും സമ്പാദിച്ച് വെച്ചത് വല്ലതുമുണ്ടെങ്കിൽ നിങ്ങളത് വീതം വെക്കുകയോ വിൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. അതിൽ നിന്നൊന്നും മാഹിറിനൊന്നും വേണ്ട. അതല്ലാതെ മാഹിർ ചോര നീരാക്കി ഉണ്ടാക്കിയതിൽ നിന്നൊരു തരി മണ്ണ് പോലും ഒരുത്തനും മോഹിക്കണ്ട. അത് കിട്ടത്തില്ല. അവൻ തീർത്തു പറഞ്ഞതും ആ നിൽക്കുന്നവരുടെ മുഖത്തെ രക്തം വറ്റിയതുപോലെ വിളറി. സീനവും സീജവും വ്യസനത്തോടെ ഉമ്മയെ നോക്കി. അവരും മകൻ്റെ തീരുമാനം കേട്ട് ഉലഞ്ഞു നിൽപ്പാണ്. മാഹിറേ! ആനമ്മ അലറും പോലെ വിളിച്ചു. ഉമ്മ ഒച്ച വെച്ച് തൊണ്ട പൊട്ടിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ ഉമ്മാക്ക് പറയാം. നിങ്ങൾക്കും അറിയാവുന്നതല്ലേ എല്ലാം. ബാപ്പയും സഹോദരങ്ങളും ഉണ്ടാക്കി വെച്ച കടമല്ലാതെ എന്താണ് അന്ന് നമുക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നത്? ഉമ്മ പറ. പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും പഠിപ്പ് പാതിക്ക് നിർത്തി മാഹിർ കടൽ കടന്നതേ ഈ കുടുംബത്തിൻ്റെ പ്രാരാബ്ധ ചുമടുകൾ മുഴുവൻ തലയിലേറ്റിയിട്ടാണ്. കിടപ്പ് രോഗിയായ ബാപ്പയും കെട്ടിക്കാൻ പ്രായമായ 2 പെങ്ങന്മാരും ജോലിയും കൂലിയുമൊന്നുമില്ലാതെ നാട്ടിൽ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന 2 ജ്യേഷ്ഠന്മാരും അവരുടെ കുടുംബവും എല്ലാവരെയും മാഹിർ ഒരുപോലെ ഊട്ടിയിട്ടുണ്ട്. ഈ കുടുംബത്തെ ഇന്നീ കാണുന്ന നിലയിലെത്തിക്കാൻ മാഹിർ കഷ്ടപ്പെട്ടതുപോലെ ഒരാളും കഷ്ടപ്പെട്ട് കാണില്ല. നിങ്ങളെപ്പോലെ എനിക്കും എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും കാണാനും അവരുടെ കൂടെ നിൽക്കാനുമൊന്നും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മാഹിർ നാട്ടിലേക്ക് വരാതിരുന്നത്. ഏതൊരു പ്രവാസിയെ പോലും ഞാനും ആഗ്രഹിച്ചു. കടങ്ങളൊക്കെ വീട്ടി ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് നാട്ടിൽ കുടുംബത്തോടൊപ്പം സ്ഥിര താമസമാക്കാമെന്ന്. പക്ഷെ ഒത്തിരി നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ എന്നും കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അവരുടെ തണൽ പറ്റി ജീവിതത്തിനോട് ആവശ്യങ്ങളോ തീരുകയില്ല. അവരെന്നും നമ്മളെ പിഴിഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറയുമ്പോൾ ഉള്ളിലടക്കിയ വേദന കൊണ്ട് മാഹിറിൻ്റെ ചങ്കൊന്ന് പതറിയതും സുറുമ അവൻ്റെ തോളിൽ കൈവച്ചിരുന്നു. മാഹിർ അവളെയൊന്ന് തിരിഞ്ഞു നോക്കി ആ കയ്യിൽ പിടിച്ചു. എന്നിട്ട് അവർ ഷെയർ ചോദിക്കുന്നു. നിൻ്റെയൊക്കെ കല്യാണത്തിന് ഭർത്തി വീട്ടുകാർ ചോദിച്ചതിലധികം പണവും പൊന്നും മാഹിർ തന്നിട്ടുണ്ട്. പിന്നെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് നിങ്ങൾ വാങ്ങിച്ചെടുത്ത ലക്ഷങ്ങൾ വേറെയും. ഇതൊന്നും മരത്തിൽ നിന്ന് പറിച്ചെടുത്ത് തന്നതല്ല. മാഹിർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണം തന്നെയാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് അയച്ചു തരുന്നത്. ജ്യേഷ്ഠന്മാരെയും മാഹിർ കഴിയും പോലെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ നല്ല നിലയിലെത്തിയില്ലേ? എല്ലാവർക്കും സ്വന്തമായി വീടായി, കാറായി, എല്ലാമായി. നഷ്ടങ്ങൾ മുഴുവനും എനിക്കും എൻ്റെ പെണ്ണിനുമായിരുന്നില്ലേ? ഇനി എനിക്കെൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും കൂടെ സ്വസ്ഥമായി ജീവിക്കണം. അത് പറഞ്ഞുകൊണ്ട് മാഹിർ സുറുമയെ ചേർത്ത് പിടിച്ചു. സീജയുടെയും സീനുവിൻ്റെയും മുഖം കുനിഞ്ഞുപോയി. നിങ്ങൾക്കൊക്കെ ഇവിടെ വരാൻ നിൽക്കാം. ആരും നിങ്ങളെ തടയില്ല. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ കയറി ചൊറിയാൻ നിൽക്കരുത്. സുറുമ എൻ്റെ ഭാര്യയാണ്. അവളെ വേദനിപ്പിക്കുന്നത് വല്ലതും നിങ്ങളുടെ നാവിൽ നിന്ന് വീണാൽ ഞാൻ വെറുതെ കണ്ടു നിന്നെന്ന് വരില്ല. മാഹിറിൻ്റെ സ്വരത്തിൽ ചെറിയൊരു ഭീഷണി കൂടി മുഴച്ചു നിന്നിരുന്നു. മാഹിർ മോളെ പൊക്കിയെടുത്ത് സുറുമയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. അവരങ്ങ് പോയതും അവരെല്ലാം മുഖത്തോട് മുഖം നോക്കി. അയാൾ പറഞ്ഞിട്ട് പോയത് ഉമ്മ കേട്ടില്ലേ? നമ്മളൊക്കെ ഇവിടെ അധികപ്പറ്റാണല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതിനൊക്കെ കാരണം ആ ഒരുമ്പട്ടോളാ. അവൾ എൻ്റെ ചെറുക്കനെ വശീകരിച്ചതാ. അല്ലാതെ എൻ്റെ മോൻ ഇങ്ങനെയൊന്നും പറയില്ല. ആനമ്മ അങ്ങനെ തന്നെ വിശ്വസിച്ചു. ആ ലീവ് കഴിഞ്ഞ് ഓനങ്ങ് പോവല്ലോ. ഓളുടെ വമ്പ് ഞാൻ തീർത്ത് കൊടുത്തോളാം. അടുത്ത ലീവിന് അവൻ നാട്ടിലേക്ക് വരുമ്പോൾ ആ നശിച്ചവളെ ഈ വീട്ടിൽ കാണില്ല. അതിനു മുമ്പേ ആനമ്മ അവളെ പടിയിറക്കി വിട്ടിരിക്കും. ആനമ്മ ദേഷ്യത്തോടെ മുരണ്ടു. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.